നമസ്കാരം. ഈ ഓണനാളുകളിൽ ഓണവിശേഷവും സിനിമാനുഭവങ്ങളും പിന്നിട്ട വഴികളും ഇനി വരുന്ന സിനിമയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായി നമ്മോടൊപ്പമുള്ളത് പ്രിയങ്കരനായ നമ്മുടെ നടൻ ശ്രീ നന്ദുവാണ്. ചേട്ടന് സ്വാഗതം. നമസ്കാരം. വേണിച്ചേട്ടൻ അറിയാതെ ഡബ് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ വേണിച്ചേട്ടനാണ്. ഇപ്പോൾ നെടുമുടി വേണിച്ചേട്ടനോ അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനോ അല്ലെങ്കിൽ ലാലേട്ടനോ ഒക്കെ ഡബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ഈ ഡയലോഗ് വിട്ടുപോയി കേട്ടാ രക്ഷിച്ചേക്കണേന്ന് പറയും. അല്ല അവിടെ ഒന്നുകൊണ്ട് ഈ ഡയലോഗ് അവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാണല്ലോ വെടി തോക്കെടുത്ത് വെടിക്കും. അതിന് റെക്കോർഡ് ചെയ്യാൻ വേണിച്ചേട്ടൻ ഭയങ്കര ദേഷ്യം വരും. അതിനിടയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോ ചോദിച്ചതിനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു കാര്യമില്ലായിരുന്നില്ലേ? അല്ല, ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു. അല്ല, നമുക്ക് എല്ലാവരും പുതിയ അറിവായിരുന്നു. നമ്മളാരും സിനിമകളൊന്നും പങ്കെടുക്കാത്തതുകൊണ്ട് നമുക്ക് അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഭാഗ്യം എന്ന് പറയുന്നത് സാർ എന്റെ പഴയ പടങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. കണ്ടിട്ട് ഒരിക്കലും വിളിക്കാക്കൂല, ഒരിക്കലും വിളിക്കില്ല. കാര്യം വേറെ ഗോമാളി വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എന്നെ കാണുമ്പോൾ തന്നെ ആ ഒരു ചിന്തയെ വരുള്ളൂ. അപ്പൊ അതിനകത്ത് വളരെ സീരിയസ് കഥാപാത്രമാണ്. ഒന്നുമില്ല, ആഹാരം കഴിക്കുക, ജോലി, കടയിൽ പോയി മറ്റേ കാശുണ്ടാക്കുക, ഇല്ലാതെ വേറെ ഒരു ചിന്തയില്ലാത്ത ഒരു കഥാപാത്രം. ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞാലും ആളുകളുടെ മനസ്സിലുള്ള കാര്യം വെളിയിൽ റിയാക്ട് ചെയ്ത് നമ്മളെ ചെവിയിൽ എത്തുമ്പോൾ തന്നെ 5 കൊല്ലം കഴിയും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. നമ്മൾ പറഞ്ഞു നാക്കെടുക്കുന്നതിന് മുമ്പേ ഇതിൽ കൂടെ വരും ഐറ്റം. മനസ്സിലായില്ലേ? എന്തിനു വഴിയെ പോണ വയ്യാവയിലെ തല വയ്ക്കണം. ഇപ്പൊ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോഴത്തേക്ക് ഈ ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് അദ്ദേഹം സംസാരിച്ചതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം പോയി പറയുന്നത് ഞാൻ തിരുവനന്തപുരത്തുകാരൻ്റെ ജാടയാണ്, ഭയങ്കര ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്റെ തോളിൽ കുറെ തട്ടൊക്കെ തട്ടി. ഞാൻ ഒന്നും പറഞ്ഞില്ല, തട്ടിട്ടു. അപ്പൊ എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എന്റെ അനീത്തി ഉണ്ടായിരുന്നു. അവരൊക്കെ വെച്ച് ആര് ചേട്ടൻ ചുമ്മാ തട്ട. ഞാൻ പറഞ്ഞു പോട്ടെ, അതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യരുത്. ലാലേട്ടനും മമ്മൂക്കായിട്ടൊന്നും ലോകത്തൊരു മനുഷ്യനെ കമ്പയർ ചെയ്തത്. എന്തിനാ അവർ രണ്ടുപേരായിട്ട് കമ്പയർ ചെയ്യണേ? ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹത്തിന്റെ അവരെ ഈ ഇങ്ങനത്തെ ആൾക്കാരെ ഒന്നും കമ്പയർ ചെയ്യരുത്. നെടുമുടി വേണു, ഇന്നസെന്റ്, അവരൊക്കെ നമ്മൾ കണ്ട് അവരുടെ ഒരു അഭിനയവും അവരുടെ രീതിയും എല്ലാം നമ്മുടെ തലയിൽ കയറിയിരിക്കുകയാണ്. നന്ദുചേട്ടൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്യാമ്പസിൽ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളെയാണ് നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. സർവകലാശാലയിലെ ആ കഥാപാത്രം തന്നെ. അതൊക്കെ പണ്ട്. അതെ. പിന്നീട് അതിനുശേഷം സ്പിരിറ്റ് വന്നതോടുകൂടിയിട്ട് ഒരു കരിയർ ബ്രേക്കായി, അതിൽ മണിയായി. പിന്നെ നന്ദു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടി വരുന്ന ഒരു കഥാപാത്രം. അതിനു മുമ്പ് 4 പെണ്ണുങ്ങൾ ചെയ്തെങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു സ്പിരിറ്റ് ആയിരുന്നു ഒരു കരിയർ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് എനിക്ക് അറിയാനുള്ളൊരു കാര്യം, സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വീട്ടിൽ നിന്നാണ് നന്ദുവേട്ടൻ വരുന്നത്. പക്ഷെ അത് പലർക്കും അറിയാമോ എന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞു തുടങ്ങിയാലോ? സിനിമ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല എന്നുള്ള സത്യമാണ്. എൻ്റെ അച്ഛൻ അഭിനയിക്കുമായിരുന്നു സിനിമയിൽ. പക്ഷെ മലയാള സിനിമയല്ല, തമിഴ് സിനിമയിലായിരുന്നു. അത് അച്ഛൻ 10ഓളം സിനിമകളിൽ അഭിനയിച്ചു. അത് 1945 കാലത്തിലാണ്, 45 കാലത്തിലാണ്. ആ സിനിമകളുടെ ഒരു സിനിമ ഒഴിച്ച് ബാക്കി ഒന്നിൻ്റെയും പ്രിൻ്റില്ല. ആ പ്രിൻ്റുള്ള സിനിമയുടെ പേര് മദന കാമരാജൻ എന്നാണ്. അതിനകത്ത് അച്ഛൻ ഉപനായകനായിരുന്നു. ഷടഗോപൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അതിനകത്ത് നായകൻ. അച്ഛൻ സെക്കൻഡ് ഹീറോ ആയിരുന്നു. സിനിമയിൽ ത്രൂ ഔട്ടുണ്ട്. ആ സിനിമ പഴയ സിനിമയാണ്, 4-4.5 മണിക്കൂറുള്ള സിനിമയാണ്. അതിൻ്റെ മാത്രമേ പ്രിൻ്റുള്ളൂ. അത് യൂട്യൂബിലുണ്ട് ആ സിനിമ. അപ്പോൾ ബാക്കി എൻ മകൻ, ത്യാഗി, പിന്നെ ഭക്തപ്രഹ്ലാദൻ എന്നൊക്കെ പറഞ്ഞ കുറേ തമിഴ് സിനിമകൾ അഭിനയിച്ചു. അതിന് ത്യാഗി എന്ന് പറഞ്ഞ സിനിമയിൽ അച്ഛൻ്റെ നായികയായിരുന്നത് VN ജാനകിയാണ്. അതായത് MGRന്റെ ഭാര്യ. അന്ന് അവർ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അവരെ പോയി കാണുകയൊക്കെ ചെയ്തു. ഞാൻ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ പോയി കണ്ടിട്ട് രണ്ടുപേരും കൂടെയുള്ള ഒരു ഫോട്ടോ ഞാൻ കൊടുത്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ അവരഭിനയിച്ച എല്ലാ സിനിമകളുടെയും ഫോട്ടോ അവരുടെ ഉണ്ടായിരുന്നു, ഈ ഒരു സിനിമ ഒഴിച്ച്. അപ്പം അത് കിട്ടിയത് വലിയ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത്. അവിടെ അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഞാൻ പോയത്. അപ്പൊ അങ്ങനെ ഒരു സിനിമ ബന്ധം ഉണ്ട്. അമ്മ പാട്ട് പാടുമായിരുന്നു. സിനിമ പാടുന്നതല്ല, അമ്മ മ്യൂസിക് ലെക്ചറായിരുന്നു. പക്ഷെ തിക്കുറിശ്ശി അപ്പൂപ്പന്റെ ആദ്യത്തെ സിനിമയായ സ്ത്രീ എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം ഡയറക്ട് ചെയ്ത സിനിമയിൽ 4 പാട്ട് പാടിയത് അമ്മയാണ്. അപ്പൊ ആ സിനിമയിൽ മാത്രമേ അമ്മ പാടിയിട്ടുള്ളൂ. അതാണ് അങ്ങനെ അമ്മയ്ക്കപ്പം സിനിമാ ബന്ധം അങ്ങനെ അധികമില്ല. പിന്നെ അമ്മയുടെ അനിയനുണ്ട്, അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുമായിരുന്നു.
അദ്ദേഹം കുറെ സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, KG മേനോൻ എന്നാണ് പേര്. അദ്ദേഹം കുറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ച, അതായത് എന്റെ അമ്മാവൻ, നേരെ അമ്മാവൻ, അദ്ദേഹം അഭിനയിച്ചതിൽ ഏറ്റവും ഹിറ്റായ സിനിമയും കഥാപാത്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്മരാജൻ സാറിന്റെ കഥയില് ഭരതൻ സാറ് ഡയറക്ട് ചെയ്ത തകര എന്ന് പറഞ്ഞ സിനിമ. ആ തകരയിലെ മെയിൻ വില്ലൻ മാധുമൂപ്പൻ. അതിനകത്ത് 3 കഥാപാത്രങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ചെലപ്പനാശ് അല്ല, മറ്റേ പ്രതാപോത്തന്റെ ക്യാരക്ടർ, പിന്നെ സുരേഖയുടെ അച്ഛൻ, പിന്നെയാണ് നെടുമുടി വേണിച്ചേട്ടൻ വേറൊരു കഥാപാത്രം, അനി എന്ന് പറഞ്ഞ വേറൊരു കഥാപാത്രം. ആ അനി എന്ന് പറഞ്ഞ പുള്ള എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു. അത് ചെയ്ത അനി എന്ന് പറയുന്ന അനിരുദ്ധൻ എന്ന് പറയുന്നത് ജനാർദ്ദൻ ചേട്ടന്റെ സഹോദരന്റെ മകനാണ്. ജനാർദ്ദൻ ചേട്ടന്റെ സഹോദരിയെയാണ്, മൂത്ത ചേച്ചിയാണ് എന്റെ ഈ അമ്മാവൻ കല്യാണം കഴിച്ചത്. അങ്ങനെയൊക്കെ സിനിമയുമായിട്ടുള്ള ഒരു ബന്ധങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഈ അമ്മാവനാണ് ആ മാധുമൂപ്പൻ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തത്. അവസാനം പ്രതാപോത്തൻ കുത്തിക്കൊല്ലുന്ന കഥാപാത്രം ചെയ്തത് എന്റെ അമ്മാവനാണ്. അതല്ലാതെ കമലഹാസന്റെ കൂടെ കന്യാകുമാരി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. കുറെ സിനിമകൾ അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പിന്നെ സിനിമയിൽ തുടർന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നു ജോലി. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു സിനിമാ ബന്ധം എന്ന് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ടേ ഇല്ല. അത് വളരെ യാദൃശ്യം. ഞാൻ പറഞ്ഞില്ല, ഈ MG രാധാകൃഷ്ണന്റെ വീടിനടുത്ത്, ഞങ്ങൾ തക്കാടാണ് ജനിച്ചുള്ളത്. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് രാധാകൃഷ്ണന്റെ വീട്, വേണുചേട്ടന്റെ വീട്, വേണു നാഗവള്ളി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി എല്ലാം വളരെ അടുത്തറിയാവുന്നതാണ്, അടുത്ത ബന്ധമാണ്. അമ്മാവന്റെ വീട്ടില് ഇടയ്ക്കിടയ്ക്ക് രാധാകൃഷ്ണേട്ടൻ വരും, MG രാധാകൃഷ്ണേട്ടൻ. അപ്പൊ പിന്നെ ഈ ചേട്ടന്റെ കൂടെ റെക്കോർഡിങ്ങിന് കാര്യങ്ങൾക്കൊക്കെ ഞാൻ പോകും. അങ്ങനെ ഒരു ദിവസം തക്കാട് തന്നെയുള്ള നമ്മുടെ വേറൊരു വേണ്ടപ്പെട്ട കക്ഷിയുണ്ട്, അദ്ദേഹം രാജശേഖരൻ എന്നാ വരുന്നത്. അദ്ദേഹം ആണ് ഈ വേണുചേട്ടൻ്റെ അടുത്ത്, അല്ല സോറി, രാധാകൃഷ്ണന്റെ അടുത്ത് പറയണത്, ചേട്ടാ ഇവ ഇങ്ങനെ ഇടയ്ക്ക് തമാശയൊക്കെ പറഞ്ഞ് വേളമൊക്കെ ഉണ്ടാക്കണം, അവനൊരു സിനിമയിലൊരു വേഷം വാങ്ങി, ഇവിടെ ഇത്രയും സിനിമാക്കാർ വരണല്ലേ, ഒരു വേഷം വാങ്ങിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് രാധാകൃഷ്ണൻ ചേട്ടൻ എൻ്റെ അടുത്ത് അഭിനയിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അഭിനയിക്കാം, അത്രേ ഉള്ളൂ, അല്ലാതെ നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല, അഭിനയിക്കാം എന്നുള്ളത്. അങ്ങനെ പ്രിയൻ ചേട്ടൻ അവിടെ വന്നപ്പോൾ, പ്രിയൻ ചേട്ടനൊക്കെ വരും, അവിടെ ഇടയ്ക്ക് വരുമല്ലോ. അപ്പം നമ്മളൊക്കെ എപ്പോഴും അവിടെ കാണും, രാധാകൃഷ്ണൻ്റെ വീട്ടിൽ എപ്പോഴും അവിടെ കാണും. അങ്ങോട്ടും പോകുമ്പോഴും ഇങ്ങോട്ടും പോകുമ്പോഴും കയറും, വെറുതെ അമ്മയെ കാണും, ചേട്ടനെ കാണും, ചേച്ചിയെ കാണും, ചിലപ്പോൾ എവിടെയെങ്കിലും ചേട്ടൻ്റെ കൂടെ കറങ്ങാൻ പോകും. അപ്പൊ ഇതൊരു സ്ഥിരം നമ്മളൊരു മീറ്റിംഗ് പോയിന്റ് പോലെ ആ വീട് ശരിക്കും ഒരു സത്രം പോലെയാണ്. അവിടെ എപ്പോഴും ഒരു 10-15 പേർക്കുള്ള ഫുഡൊക്കെ ആ മേശപ്പുറത്ത് എപ്പോഴും കാണും. ആരെല്ലാം വരുന്നു, കഴിക്കുന്നു, പോകണമെന്നൊന്നും ചേട്ടന് പോലും അറിയില്ല. പല ആൾക്കാരും വരും, കഴിക്കും, പോകും. അത് എപ്പോഴും വന്നാലും ഫുഡ് അവിടെ എല്ലാവർക്കും കൊടുക്കുന്ന അപ്പൊ ഒരുപാട് സിനിമാക്കാർ വരുന്ന ഒരു സ്ഥലമായിരുന്നത്. അപ്പൊ എന്റെ വീടിന്റെ അടുത്തുമാണ്. ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ തന്നെ, കോളേജ് ബസ് ഇറങ്ങി ഞാൻ അതിന്റെ മുമ്പിൽ കൂടെ നടന്നു വരണേ. അപ്പൊ അമ്മ ഇങ്ങനെ അവിടെ മുറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അമ്മ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ നേരെ കയറി ചെന്ന് അമ്മയുടെ കൂടെ ഇരിക്കും, കുറെ നേരം വാചകം അടിക്കും, എന്നിട്ട് ചിലപ്പോൾ ഒരു മുറുക്കാനെടുത്തിന്ന് എന്നിട്ട് ഞാൻ പോകും. അപ്പൊ ഇതിങ്ങനെ അവിടെ നമ്മുടെ ഒരു സ്വന്തം വീട് പോലെ തന്നെ ഇങ്ങനെ. അപ്പോഴും ഈ പ്രിയൻചേട്ടനും ലാലേട്ടനും ഒക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് അവരെയൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്, പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പ്രിയൻചേട്ടനെയൊക്കെ അറിയാം അപ്പോഴേ. അപ്പൊ പ്രിയൻചേട്ടൻ്റെ അടുത്ത് രാജേട്ടൻ പറഞ്ഞു, നിന്റെ അടുത്ത പടത്തിൽ ഇവൻ്റെ ഒരു വേഷം കൊടുന്നു. അപ്പൊ ചേട്ടൻ നിനക്ക് അഭിനയിക്കണോ? ഞാൻ പറഞ്ഞു അഭിനയിക്കാം. അല്ലാതെ ഭയങ്കര മുട്ടി അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. അങ്ങനെ അഭിനയിക്കാനൊരു വേഷം കിട്ടി ചെപ്പെന്ന് പറഞ്ഞ സിനിമയിൽ 84-ല്. പക്ഷെ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അപ്പോഴും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരു പേപ്പർ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അത് എഴുതിയിട്ട് പോയാൽ മതി, അത് ജയിച്ചിട്ട് പാസ്സായിട്ട് നീ സിനിമയിൽ അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വിട്ടില്ല. അങ്ങനെ ആ വേഷം ചെയ്യാവത്തില്ല. അപ്പം കിട്ടിയിട്ട് അപ്പൊ അതിനെ നല്ല വേഷമായിരുന്നു. അപ്പൊ അത് കിട്ടിയിട്ട് പിന്നെ ചെയ്യാൻ പറ്റാതെ വന്നപ്പോ വിഷമമായി. അതുവരെ അഭിനയിക്കണം എന്നുള്ള ഒരു താല്പര്യം ഇല്ലായിരുന്നു. അപ്പം അഭിനയിക്കാനൊരു അവസരം കിട്ടിയിട്ട് പോയല്ലോ എന്ന് വന്ന വിഷമം വന്നപ്പോഴാണ് അതിൻ്റെ അടുത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് സർവകലാശാല എന്ന് പറഞ്ഞത്. 2-3 മാസമല്ല, സോറി, അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു വേണുചേട്ടൻ്റെ സർവകലാശാല. അപ്പോഴത്തേക്ക് ഞാൻ എഴുതിയെടുത്തു, ഡിഗ്രി എഴുതിയെടുത്തു. അത് കഴിഞ്ഞ് സർവകലാശാല ഷൂട്ടിംഗ് വന്നപ്പോൾ വേണുചേട്ടൻ്റെ അടുത്ത് ഞാൻ രാജേഷാണ് ഇവിടെ വെറുതെ കാഷ്വലായിട്ട് അവിടെ രാജേഷൻ്റെ അവിടെ എൻ്റെ കമ്പോസിങ് സമയത്ത് അവിടെ പോയതാണ് വേണുചേട്ടൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ പെട്ടെന്ന് രാജേഷ് പറഞ്ഞു, ഇതാ വേണു ഇവനൊരു സിനിമ കൊടുക്കും, നിന്റെ കോളേജ് സബ്ജക്റ്റല്ലേ, ഇവനൊരു വേഷം കൊടുക്കുന്നത്. അപ്പോൾ വേണുചേട്ടൻ എൻ്റെ മൂത്ത കസിനുണ്ട്, അങ്ങേരുടെ കൂടെ പഠിച്ചതാ. അപ്പോൾ അങ്ങനെ വേണുചേട്ടനും നമ്മളെ ഫാമിലിയായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ വേണുചേട്ടൻ നന്ദുവിന് അഭിനയിക്കണോ? ഞാൻ അഭിനയിക്കും. എന്താ ശരി, വാ പാലക്കാട് ഷൂട്ടിംഗ് വന്നോന്ന് പറഞ്ഞു. അങ്ങനെ പാലക്കാട് പോയി, അങ്ങനെയാണ് സർവകലാശാല അഭിനയിച്ചത്. അങ്ങനെ പിന്നീട് സിനിമ എപ്പോഴാണ് തന്റെ ഒരു തട്ടകമാണെന്ന് നോക്കി തിരഞ്ഞെടുക്കാൻ? ഒരു 2-3 കൊല്ലം കഴിഞ്ഞു. അവിടെ ചെറിയ വേണിച്ചേട്ട വേറൊരു പടം ചെയ്തു. അത് കഴിഞ്ഞ്
GS വിജയൻ ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ ചരിത്രം. അതാണ് ആദ്യമായിട്ട് മമ്മൂക്കയായിട്ട് അഭിനയിച്ച ആ സിനിമയാണ്, റഹ്മാനൊക്കെ ആയിട്ട്. അങ്ങനെ ആ സിനിമയിൽ അഭിനയിച്ചു. അങ്ങനെ എനിക്കൊരു 3-4-5 സിനിമ അഭിനയിച്ചതിന് ശേഷമാണ് കാര്യം തന്നെ. അത് കഴിഞ്ഞിട്ടും ഞാൻ ഈ സിനിമ അഭിനയം നടക്കുന്ന സമയത്ത് ഞാൻ PSC ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. എനിക്ക് 87-88 ആണ് ഞാൻ ലാസ്റ്റ് എഴുതിയത്. 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ PSC 1 പ്രാവശ്യം എഴുതിയുള്ളൂ ഞാൻ. പിന്നെ വേറെ ദേവസ്വം ബോർഡ്, യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ദേവസ്വം ബോർഡ് യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂവിന് വിളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇന്റർവ്യൂവിന് പോണത്. അതായത് യൂണിവേഴ്സിറ്റിയിൽ പോണത് അത് സിനിമ അഭിനയിച്ചതിന് ശേഷമാണ്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ പോവുകയും അവിടെ കിട്ടിയില്ല, ഇന്റർവ്യൂവിന് കിട്ടിയില്ല, വെളിയിൽ പോയി. പക്ഷെ 10-25,000 പേര് എഴുതിയിൽ നിന്നും 200 പേര് അത്രയെങ്കിലും വന്നു. അപ്പം അത് രണ്ടും നടന്നില്ല. അപ്പൊ ദേവസ്വം ബോർഡിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പ്യൂണോ ആരോ ഒരാൾ, അവിടെ ഞങ്ങളെ വീടിനടുത്ത് ഒരാളുണ്ടായിരുന്നു. വീടിനടുത്തുള്ളതല്ല, എനിക്ക് എങ്ങനെ പരിചയമുള്ള ഒരാളാണ്, എനിക്ക് ഓർമ്മ വന്നില്ല ആരെന്ന്. അപ്പൊ അങ്ങനെ എന്നെ കണ്ടോണ്ട് ചോദിച്ചു, ഇയാളത്തിന് വന്ന? ഞാൻ പറഞ്ഞു ഇന്റർവ്യൂവിന് വന്ന്. എന്ത്? ഓ, ഈ ഇന്റർവ്യൂയാ? അതൊക്കെ ആളിനെ എന്നെ എടുത്തു, ഇതൊക്കെ പ്രവർത്തനത്തിന് നടത്തുന്നില്ല, അതൊക്കെ എടുത്തു കഴിഞ്ഞാ അതൊക്കെ കാശ് കൊടുത്തോ പറഞ്ഞു ജോലി കിട്ടി കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലായി. ഞാൻ പിന്നെ ഇറങ്ങിപ്പോന്നു. അന്നെന്ന് പറഞ്ഞാൽ എന്നൊക്കെ ഇത് തന്നെ, ഇന്നുണ്ടോ എന്ന് എനിക്കറിയണ്ട, എന്നൊക്കെ അങ്ങനെ ആയിരിക്കും, ആർക്കറിയാം. എന്തായാലും ജോലിക്കുള്ള അത് പോയി. പൈസ കൊടുത്ത് ജോലി കയറൂല എന്നുള്ളത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് തീരുമാനിച്ച കാര്യമാണ്. ജോലിക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹം അന്നത്തോടെ തന്നെ അങ്ങ് മനസ്സിൽ നിന്ന് വിട്ടു. പിന്നെ അത് കഴിഞ്ഞപ്പോ പിന്നെ പതുക്കെ കുറെ 3-4 സിനിമകളൊക്കെ ആയില്ലേ. അപ്പൊ പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ വേണിച്ചേട്ടൻ പറഞ്ഞു, നന്ദു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും കൂടെ ജോലിക്ക്, അഭിനയം മാത്രമല്ല പഠിക്കുന്ന സിനിമയുടെ ടെക്നിക്കൽ സൈഡിലൂടെ പഠിക്ക്, അതുകൊണ്ട് ഇത് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ AE ഓട്ടോയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. അങ്ങനെ അപ്പോഴത്തേക്കൊക്കെ പിന്നെ അങ്ങ് തീരുമാനിച്ചു. ബൈ 90 ഞാനായി. സിനിമയായിരുന്നു കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഈ സംവിധാനം മേഖലയായിരുന്നോ? അല്ല, ഞാൻ അഭിനയം തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷെ പിന്നെ വേണിച്ചേട്ടൻ്റെ കൂടെ കുറെ പടങ്ങൾ വർക്ക് ചെയ്തു. അല്ലാതെ പിന്നെ വേറെ 1-2 പേരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറെ ടെക്നിക്കലായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ടെക്നിക്കലായിട്ട് ഭയങ്കര അപാര കഴിവും പാണ്ഡിത്യവും നേടാൻ സാധിച്ചില്ല. പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി. എങ്ങനെയാണ് ഷോർട്ട് ഡിവിഷനും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മള് എനിക്ക് തോന്നി അഭിനയത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും ഏറ്റവും വലിയ ഗുണം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു 10 പേര് ഉള്ള ഒരു ഫ്രെയിമിനകത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് അറിയാം എവിടെ നിന്നാ ലൈറ്റ് കിട്ടും, മറഞ്ഞ് എവിടെ നിന്ന ഷാഡോ നമ്മുടെ. അപ്പം ഒരുപാട് പേര് നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പൊ ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഷാഡോ എന്ന ക്യാമറമാൻ തന്നെ പറയും, കുറച്ച് ഷാഡോ ഇന്ന് മാറണം എന്ന് പറഞ്ഞ് പറയും. പക്ഷെ നമ്മള് ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടം, ഇടയിൽ നമ്മൾ സ്പിരിറ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടം, നമ്മൾ ചിലപ്പോൾ 5, 8, 10 പേരുടെ കൂടെ കയറി നിൽക്കണേ. അപ്പം നമ്മൾ അതിനകത്ത് ഒരു സാധാരണ വേഷം ചെയ്യുന്നു, കിട്ടുന്ന ചില്ലറ വാങ്ങിച്ചോണ്ട് പോകുന്നു എന്നുള്ള കവിഞ്ഞിട്ടുള്ള വേറെ ഒന്നും കാണൂല. അത് ഒരു പ്രാധാന്യവും ഉള്ള ക്യാരക്ടറേ ആയിരിക്കില്ല. അപ്പോൾ എന്തോ ഒരു പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ അതൊക്കെ നോക്കും, എവിടെയൊക്കെ ലൈറ്റ് ഇരിക്കുന്ന നോക്കും. കാര്യം എന്ന് പറഞ്ഞാൽ വേണിച്ചേട്ടൻ്റെ ലൊക്കേഷനിൽ ഈ ലൈറ്റപ്പ് ചെയ്യുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വേണം പൊസിഷൻ കൊടുക്കാൻ, നിർബന്ധമായിട്ടും കൊടുത്തേ വെക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇന്നിരിക്കും അന്നത്തെ ഈ മിനി ബ്രൂട്ട് എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ എടുത്ത് കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, തീ എന്ന് പറഞ്ഞാൽ ഭയങ്കര തീയാണ്. ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ നേരത്ത് ജസ്റ്റ് വന്നിരിക്കുക, ഡയലോഗ് പറയുക, കട്ട് തീർന്നു പോവുക. പക്ഷെ ഈ ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കുറെ നേരം ഇരിക്കേണ്ടി വരും ഇവിടെ. അപ്പൊ അത് ഈ ലൈറ്റ് ആ ലൈറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ മറ്റേ ലൈറ്റ്, അത് കഴിഞ്ഞ് ഈ ലൈറ്റ്. അപ്പം നമുക്ക് നമ്മുടെ മുഖം മറച്ചു പിടിക്കാൻ പോലും പറ്റൂല, അത്ര ചൂടായി. കാര്യം മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് റീഡി ആക്കൂല. അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇരിക്കും. അപ്പം നമുക്ക് അതുകൊണ്ട് കറക്റ്റായിട്ട് അറിയാം. പിന്നെ നമ്മൾ തന്നെ പറയും ലൈറ്റ് ദൂരെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആ സെന്റർ അല്ല കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇരിക്കണം. അപ്പം നമ്മൾ തന്നെ പറയാനുള്ള ഒരു നമുക്ക് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. അത് നമ്മൾ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും ചെന്ന് നിൽക്കുമ്പോൾ ലൈറ്റ് അപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറമാൻ പറയും, സാർ അത് കുറച്ച് ഓഫ് സെന്റർ ഇരിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ ഓക്കെ തിരിക്കുമെന്ന് പറഞ്ഞ അങ്ങനെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതൊക്കെ കുറെയൊക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി നിൽക്കുന്നുണ്ടായിരുന്നു, ജോലി ചെയ്തുകൊണ്ടാണ്. പിന്നെ എങ്ങനെയാണ് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫിലിം നമ്മൾ പ്രോസസ്സിങ്ങിന് അയക്കണം. ഇന്നിപ്പോ ഫിലിം എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പൊ ഒരുപാട് ജോലി പോയി. നമ്മളിത് റെക്കോർഡ് ചെയ്യണം. അത് ഈ നാഗരയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യും. പക്ഷെ വേണിച്ചേട്ടൻ ഈ നാഗരയിൽ റെക്കോർഡ് ചെയ്യുന്ന ഇഷ്ടമല്ല. അത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷോട്ട് എടുക്കുന്ന സമയത്ത് ഈ ബൂം കൊണ്ടുവയ്ക്കും, വലിയ കമ്പില് മൈക്ക് വയ്ക്കുമല്ലോ, എന്നിട്ട് ആ ബൂമിനെ ഇങ്ങനെ പിടിക്കും. അപ്പം നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന ഷോട്ടിലാണെങ്കിൽ ഈ ബൂം പിടിക്കുന്ന ആൾ വെളിയിൽ നിന്ന് ഫ്രെയിമിന്റെ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ ബൂം വയ്ക്കും.
അതിങ്ങനെ നിൽക്കുന്ന പല സമയത്തും ക്യാമറമാൻ പറയും അതാ ബൂം ഫ്രെയിമിൽ ഇറങ്ങണമെന്ന് പറയും. അത് ഇപ്പോഴും സംഭവിക്കാറുണ്ട്. ഇത് എന്താണെന്ന് നമ്മുടെ വേണിച്ചേട്ടന് ഭയങ്കര അലർജിയാണ്. ചീത്ത വിളിക്കും ബൂം കൊണ്ടുവന്നിരിക്കുന്നു ഭയങ്കര ദേഷ്യം. കാരണം ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഈ ആർട്ടിസ്റ്റ് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ വരും. നമ്മളിത് ഇങ്ങനെ ഒരു സാധനം ഇവ ഈ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ അപ്പം അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു വേണിച്ചേട്ടന് അത് ഭയങ്കര ഇറിറ്റേഷൻ. അപ്പം നമ്മൾ ഒരു ടേപ്പ് റെക്കോർഡർ തരും 10 കാസറ്റ് ഇത് ഇട്ട് സ്റ്റാർ ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും സീൻ 32 ഷോട്ട് 3 ടേക്ക് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും പറഞ്ഞ് ഓൺ ചെയ്തിട്ട് നിൽക്കുക. എന്നിട്ട് ഇത് ഫുൾ റെക്കോർഡാവും. റെക്കോർഡ് ചെയ്തതിനു ശേഷം റൂമിൽ പോയിട്ട് ഇത് ഫുൾ എഴുതണം ഈ ഡയലോഗ്. അമ്പിളിച്ചേട്ടനൊക്കെ ഡയലോഗ് കൈന്നിട്ട് പറയും, പലരും കൈന്നിട്ട് പറയും. അപ്പൊ കൈന്നിട്ട് പറയണൊക്കെ തിരുത്തണ്ടേ? സ്ക്രിപ്റ്റിലുള്ള സെയിം ഡയലോഗ് ആയിരിക്കില്ല, അത് മുഴുവൻ തിരുത്തണ്ട്. ഡബ് ചെയ്യാൻ നേരത്തെ എങ്ങനെ സൗണ്ട് അറിയും തിരിച്ച്? അപ്പം നമ്മളത് തിരുത്തി വയ്ക്കും, ഈ ഡയലോഗ് ഫുള്ള് തിരുത്തണം. അപ്പൊ പല സിനിമകളുടെ ഷൂട്ടിങ് ഫുള്ള് 10-30 ദിവസം 35 ദിവസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാ ആൾക്കാരും പോകും. എനിക്ക് മാത്രം ഒരു റൂം കാണും. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ആ റൂം എനിക്ക് കാണൂല. കാര്യം ഞാൻ പിന്നെ 3-4 ദിവസം കൂടെ ഇരുന്നാലേ ഇത് എഴുതി തീർക്കാക്കുള്ളൂ. കാര്യം എങ്ങനെ പോലും വർക്ക് പെൻഡിങ് ആവും. കാര്യം നമുക്കിത് ഫുള്ള് ഒരു ദിവസം ആദ്യത്തെ ദിവസങ്ങളൊക്കെ എഴുതി തീർക്കും. പിന്നെ സീനുകളുടെ എണ്ണം കൂടും, ഡയലോഗുകളുടെ എണ്ണം കൂടും. അപ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞാൽ അവശ നിലയിലാണ് വരുന്നത്. കുളിച്ച് റെഡിയായി ആഹാരം കഴിച്ച് കഴിയുമ്പോൾ തന്നെ ക്ഷീണം ഭയങ്കര. രാവിലെ 5:30 മണിക്ക് 5 മണിക്ക് കഴിക്കേണ്ടി വരും. നമ്മളൊക്കെ 6 മണിക്ക് മുമ്പേ പോകേണ്ടി വരും. അപ്പം ഈ രാവിലെ 5 മണിക്ക് കഴിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഇത് പെൻഡിങ് ആയി. അങ്ങനെ ഈ പലതുള്ളി പെരുവെള്ളം എല്ലാം കൂടെ പെരുകി ഇത്രയാവും. അപ്പൊ ഞാൻ അവസാനം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ എഴുതും. ഈ 4 ദിവസമൊക്കെ ഇരുന്ന് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇങ്ങനെ നൂറണമെങ്കിൽ ഒരു 1 മണിക്കൂറുണ്ട്. കാര്യം വേദന എടുത്തിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കുകയല്ലേ. കാര്യം ഇത് എത്രയും പെട്ടെന്ന് തീർത്തിട്ട് പോകണം. അപ്പൊ ഇരുന്ന് എഴുതി ഫുള്ള് ഇങ്ങനെ നൂന്ന് വരുമ്പോ തന്നെ ഒരു നേരമാകും. ഭയങ്കര നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കും, ഒരു മനുഷ്യൻ കാണൂല. ഇത് ഫുള്ള് ഇരുന്ന് എഴുതി. ചിലത് കേൾക്കൂല, ചിലപ്പോ അറിയാതെ റെക്കോർഡ് ഞെക്കാൻ വിട്ടുപോകും, ആ ഡയലോഗ് പോവും. അപ്പൊ അതൊക്കെ മാർക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് സ്റ്റുഡിയോ ചെന്നിട്ട് വേണിച്ചേട്ടൻ അറിയാതെ ഡബ് ചെയ്യണ ആരാണെന്ന് വെച്ചാൽ വേണിച്ചേട്ടനാണ്. ഇപ്പൊ നെടുമുടി വേണിച്ചേട്ടനോ അല്ലെങ്കിൽ ഇന്നസെന്റ് ചേട്ടനോ അല്ലെങ്കിൽ ലാലേട്ടനോ ഒക്കെ ഡബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടാ ഈ ഡയലോഗ് വിട്ടുപോയി കേട്ടാ രക്ഷിച്ചേക്കണേന്ന് പറയും. അല്ല അവിടെ ഒന്നുകൊണ്ട് ഈ ഡയലോഗ് അവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞാണ്ടല്ല വെടി തോക്കെടുത്ത് വെടിക്കും. അതിന് റെക്കോർഡ് ചെയ്യാൻ വേണിച്ചേട്ടൻ ഭയങ്കര ദേഷ്യം വരും. ടെക്നിക്കൽ സൈഡിൽ അദ്ദേഹം ഭയങ്കര ഇതായിട്ട് നോക്കും. അപ്പം നമ്മളെ ഭാഗത്ത് ഒരു തെറ്റ് വരാൻ പാടില്ല. അപ്പൊ കൊന്നിയൂർ ബാസേട്ടനുണ്ട്, മരിച്ചു അദ്ദേഹം. ബാസേട്ടനും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. കൊന്നിയൂർ ബാസേട്ടന് അറിയില്ലേ? കൊന്നിയൂർ ഭാഗമായിട്ട് ഒരുപാട് പാട്ടുകൾ, നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടു, പിന്നെ മറ്റേ മോഹം കൊണ്ടു ഞാൻ എന്നൊക്കെ പറഞ്ഞ പാട്ട്, പിന്നെ എന്താ പറയുന്നത് ദേവി അംബിക എന്ന ആറ്റുകാലമ്മയുടെ പാട്ട് എഴുതി, അതൊക്കെ എഴുതിയത് അദ്ദേഹമാണ്. അദ്ദേഹം അസിസ്റ്റന്റ് ഡയറക്ടറാണ്. ഞങ്ങൾ മിക്കവാറും ഒരു റൂമിലായിരിക്കും മിക്ക പടങ്ങൾക്കും. അസിസ്റ്റന്റ് ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം ഇട്ടിരിക്കുന്ന പേരെന്താ ദുർവാസാവ് എന്നാണ്. ഇനി എപ്പോ കോപം വരുമെന്ന് പറയാക്കൂല. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചിട്ട് ഡാ നീ മാറിയിരിക്കും സംസാരിക്കട്ടെ. ഞാൻ ചെന്നടാ ദുർവു നോക്കണു, ദുർവു ഷോർട്ട് ഫോമിലാ പറയണേ വേണിച്ചേട്ടനെ. അത് വേണിച്ചേട്ടൻ ഇങ്ങനെ മിണ്ടായിരിക്കേ ഉള്ളൂ. പക്ഷെ വേണിച്ചേട്ടൻ ഇരിക്കും ഇങ്ങനെ നോക്കും, ആരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്നെല്ലാം നോക്കും. അപ്പൊ നമ്മള് ജോലി ചെയ്യേണ്ട സമയത്ത് തമാശ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലല്ല, വേറെ എന്തെങ്കിലും തെറ്റ് വരുമ്പോഴത്തേക്കും നമ്മളെ ഫയർ ചെയ്യുമ്പോൾ ഇതും പറയും. നേരത്തെ ഞാൻ കണ്ടവിടെ വായനക്കൊണ്ട് ഇന്നെന്ന് പറയും. അപ്പൊ അത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മിണ്ടായിരിക്കും ദുർവ് നോക്കണു. അപ്പൊ ഇത് റിപ്പോർട്ട് എഴുതണം. നമ്മൾ ഈ ഫിലിമും ചെന്നൈയിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ഫുൾ എഴുതണം. അതായത് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, ഓരോ ഷോട്ടിനും ഓരോ പേജാണ്. അത് വിത്ത് കാർബൺ കോപ്പി, 2 കാർബൺ കോപ്പിയാണ്. ഈ 2 കാർബൺ കോപ്പി വെച്ചിട്ട് ഈ ബുക്കിനകത്ത് സീൻ നമ്പർ, ഷോർട്ട് നമ്പർ, എന്നിട്ട് ഡയലോഗ്, ഇന്ന ഷോട്ട്, ആ ഡയലോഗ് ഇത് അതിനകത്ത് നെടുമുടി വേണം ഇങ്ങനെ ഡയലോഗ്, അപ്പൊ ഉർവശി ഇന്ന ഡയലോഗ്, ആ ഡയലോഗിന്റെ തുടക്കം ഒടുക്കം എഴുതി വെക്കണം. അപ്പം ചെന്നൈയിൽ ഇത് പോയിട്ട് അങ്ങനെ അവിടെ അവര് റഫ് കട്ട് ചെയ്യും. ഈ റഫ് കട്ട് ചെയ്യുമ്പം ആ ഫിലിം കട്ട് ചെയ്യുമ്പോൾ ഈ ഡയലോഗ് അതിന്റെ പോർഷൻ നോക്കിയാണ് അത് കട്ട് ചെയ്യുന്നത്. എത്ര ഇത് ലെങ്ത് ഉണ്ട് നോക്കി അവരത് കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ടാണ് അതിനെ ഇതാക്കിയിട്ട് തിരിച്ച് അവിടെ വരും. ഒരു 3 ദിവസം 4 ദിവസം 5 ദിവസം ഷൂട്ട് ചെയ്ത് മുഴുവൻ നമ്മുടെ ലൊക്കേഷനിൽ കൊണ്ടുവരും. ലൊക്കേഷൻ ഇപ്പം പാലക്കാടാണ് ഷൂട്ടിംഗ് എങ്കിൽ പാലക്കാട്, ചെന്നൈയിൽ നിന്ന് ഈ സാധനം പാലക്കാട് വരും. 5 ദിവസം 6 ദിവസത്തിലൊരിക്കൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് അവിടെയുള്ള ഏതെങ്കിലും ഒരു തിയേറ്റർ ബുക്ക് ചെയ്യും. അപ്പോൾ തിയേറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇട്ട് കൊടുക്കുക. അവർക്ക് അതിൻ്റെ ഇത് മാത്രം കൊടുത്താൽ മതി, ഇലക്ട്രിസിറ്റിയുടെ കാശ് കൊടുത്താൽ മതി. അപ്പോൾ അവർ ഡയറക്ടർ, അസോസിയേറ്റ്, ക്യാമറമാന്, അങ്ങനെ ഒരു 3-4 പേര് മാത്രം പോയിട്ട് രാത്രി 12 മണിക്ക് പോയിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് പോയിട്ട് ഈ റഷ് മുഴുവൻ കാണും. അത് ഈ 4 ദിവസം 5 ദിവസം ഷൂട്ട് ചെയ്ത റഷ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ വരും. ഇത് ഫുള്ളിരുന്ന് കാണും. അപ്പോൾ എവിടെയെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്യും അസോസിയേറ്റ്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ പിന്നെ റീഷൂട്ട് ചെയ്യണം. അത്
മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെയാണ് സിനിമ എടുത്തോണ്ടിരുന്നത്. കാര്യം ഇത് കാണാക്കൂലല്ലോ, ഇതൊന്നുമില്ലല്ലോ ടെക്നോളജി ഒന്നുമില്ല. അപ്പൊ ഈ ക്യാമറയിൽ കൂടെ ക്യാമറമാൻ നോക്കുമ്പോൾ ഈ ക്യാമറ സ്റ്റാർട്ട് ക്യാമറ എന്ന് പറഞ്ഞ് ഓടുമ്പോ ഈ ഫിലിം ഓടുമ്പോ ഈ ഷട്ടർ ഇങ്ങനെ അടിക്കും. അപ്പൊ ഈ ക്യാമറാമാന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ, അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ കൈ ഇങ്ങനെ ആക്കി നോക്കൂ, നമുക്ക് ഒരു ഡിസ്റ്റർബ്ഡ് വിഷനേ കിട്ടുള്ളൂ. നമുക്ക് കറക്റ്റ് പ്ലെയിൻ വെറുതെ നോക്കുന്ന വിഷൻ അല്ല, ഈ ഷട്ടർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിനിടയിൽ കൂടെ വേണം ഈ ക്യാമറാമാൻ അവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണു, വല്ല ഫ്രെയിമിനകത്ത് വേറെ വല്ലതും കയറിയിട്ടുണ്ടോ, വല്ല കാക്ക പരുന്ത് പട്ടി പൂച്ച അങ്ങനെ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ, പിന്നെ ലൈറ്റ് വല്ലതും അറിയാതെ ക്യാമറ കയറി ഫ്രെയിമിൽ കയറിപ്പോയോ, ഇതെല്ലാം നോക്കണം ഇതിൽ കൂടെയാണ്. അപ്പം ഡയറക്ടർ ഇങ്ങനെ ഇരുന്ന് നോക്കുക, ക്യാമറമാൻ ഇതിൽ കൂടെ നോക്കുക. ഇവര് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ക്യാമറമാൻ കണ്ടതില്ലാത്ത എന്തെങ്കിലും സംശയം വന്നാൽ ഡയറക്ടർ അത് കണ്ടെങ്കിൽ റീഷൂട്ട് ചെയ്യും, കണ്ടില്ലെങ്കിൽ ഓക്കെ. അതാണ് ചില സിനിമകളിൽ ഷട്ടറൊക്കെ ഇങ്ങനെ വന്നു, ചിലത് ലൈറ്റിന്റെ എഡ്ജ് വരും, ഭയങ്കര നമ്മൾ ഇതെന്താ ഈ ലൈറ്റൊക്കെ ഫ്രെയിം വന്നല്ലോ എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് പറയും. പക്ഷെ വെരി ഡിഫിക്കൽട്ട്, അത് അത്രയും സൂക്ഷ്മമായിട്ടാണ് ഈ ക്യാമറമാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി ഷൂട്ട് ചെയ്ത സാധനമാണ്. ഇവർ 3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ലൈറ്റോ വല്ലതും ഇരിക്കുന്നുണ്ട്, ആ ഷോട്ട് വീണ്ടും റീഷൂട്ട് ചെയ്യും. അറിയാതെ എന്തെങ്കിലും വന്നുപോയി എന്ന് പറഞ്ഞാൽ ഷൂട്ട് ചെയ്യും. ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മോണിറ്ററിൽ കാണാം. മോണിറ്റർ കണ്ട ഓക്കെ എന്ന് പറഞ്ഞാൽ തിരിയുന്നതിന് മുമ്പ് തന്നെ അയാൾ എഡിറ്റ് ചെയ്ത് വിത്ത് മ്യൂസിക്കും കൂടെ കൊടുക്കും. ഇപ്പൊ സിനിമ കാണുന്ന പോലെ നമുക്ക് അതിരുന്ന് കാണാം. മനസ്സിലായില്ലേ? അത്രയ്ക്ക് പുരോഗമിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ എഴുത്ത് പിടുത്തം കാര്യങ്ങളെല്ലാം അതോടെ തീർന്നു. അപ്പം റെക്കോർഡിങ് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്യും. ഇപ്പോഴത്തെ ക്യാമറയിൽ തന്നെ റെക്കോർഡിംഗ് ഉണ്ട്. അതല്ലാതെ നമ്മളിപ്പം സൗണ്ട് റെക്കോർഡിസ്റ്റ് കൊണ്ടുവന്ന് പിന്നെ ഇപ്പം സിങ് സൗണ്ടായി പല സിനിമകളും. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ സൗണ്ട് എടുത്തു പോവുകയാണ്, നാച്ചുറൽ സൗണ്ട് ഉൾപ്പെടെ എടുത്തു പോവുകയാണ്. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ വന്നു.